TG UDF വി സതീശൻ പറഞ്ഞിരുന്നു 100 മുകളിൽ സീറ്റ് പിടിക്കും എന്ന് നിരന്തരം അദ്ദേഹം ആവർത്തിച്ചിരുന്നു. അതിന് കണക്കായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് വിധിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 100 താഴോട്ടോ മുകളിലോട്ടോ പോയേക്കാം. പക്ഷേ CPMൻ്റെ കോട്ടകൾ അത് ഒരുപക്ഷെ ഭരണത്തിലില്ലാത്തപ്പോഴും ഈ കോട്ടകൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലാത്ത സ്ഥലങ്ങളിലാണ് തോറ്റിട്ട് കാര്യങ്ങൾ സംഭവിക്കുക. പക്ഷേ ഇത് CPMൻ്റെ കോട്ടകളിൽ വരെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുകയാണ്. പലയിടത്തും തോറ്റിരിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയൻ തന്നെ പിന്നിൽ പോകാമെന്ന് വെച്ചാൽ ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യമാണ്. കേട്ടിട്ടില്ല, നേരത്തെ ഉണ്ടോയെന്നറിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്തും അങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ല. പയ്യന്നൂർ പോലെയുള്ള തളിപ്പറമ്പ് പോലെയുള്ള കോട്ടകൾ പിന്നിൽ പോവുകയാണ്. അതെ, പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിക്ക് കൊടുത്ത ഒരു വാണിങ്ങാണിത്. അവരുടെ പാർട്ടിയുടെ സെറ്റപ്പ് അനുസരിച്ച് അവർ തെറ്റുതിരുത്തുക അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഈ തെറ്റുതിരുത്തലൊക്കെ വെറുതെ രേഖയായിട്ട് കിടക്കുന്നുള്ളതല്ലാതെ തെറ്റൊന്നും ആരും തിരുത്തിയില്ല. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധ വോട്ട് പാർട്ടിയുടെ ഉണ്ടായിരുന്നു. അത് പാർട്ടിക്ക് തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷേ ആരിത് പിണറായി വിജയനോട് പറയും? കോട്ടകൾ തകർന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 2019 അവർക്ക് ലോക്സഭയിൽ ഒരു സീറ്റേ കിട്ടിയുള്ളൂ. അത് കണ്ണൂരൊന്നും ആയിരുന്നില്ല, ഇവിടെ ആരിഫിൻ്റെ സീറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ പാർട്ടി അങ്ങ് തകർന്നു പോയി എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഇതുപോലെ സ്വീപ്പിംഗ് ആയിട്ട് കോൺഗ്രസ് ജയിച്ച പല സംഭവങ്ങളും ഉണ്ട്. കഴിഞ്ഞ 2024 ലോക്സഭയിലും അങ്ങനെയൊക്കെ സംഭവിച്ചില്ല. അപ്പോൾ പാർട്ടി സംവിധാനം അവരുടെ തകർന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി സംവിധാനത്തിന് ഉള്ളിൽ നിന്ന് അതിഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. അതാണ് ഈ പ്രതിഷേധക്കാരെ മുഴുവൻ ജയിപ്പിച്ചിരിക്കുന്നത്. സുധാകരനെ, കുഞ്ഞികൃഷ്ണനെ, മറ്റേ TK ഗോവിന്ദനെ ഒക്കെ ജയിപ്പിക്കാൻ കാര്യമാണ്. ദാറ്റ് ഷോസ് ദെയർ ഇന്നർ പ്രൊട്ടസ്റ്റ്. വാസ്തവം പറഞ്ഞാൽ ഈ ഞാൻ തമാശയ്ക്ക് ആണെങ്കിലും ആസാദ്, ഹരിഹരൻ, AP അഹമ്മദ്, NM പിയേഴ്സൺ, ജോസഫ് C മാത്യു ഇവരുടെയൊക്കെ വിജയമാണിത്. തീർച്ചയായും അവർ കുറേ കാലമായിട്ട് അവരുടെ ലൈൻ നോക്കും. KC ഉമേഷ് ബാബു ഇവരൊക്കെ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടിരുന്നത് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. പാർട്ടി നന്നാവണമെന്നും ഒരു തൊഴിലാളി വർഗ പാർട്ടിയായിട്ട് മാറണമെന്നും അല്ലെങ്കിൽ അവരുടെ സ്പെസിഫിക്കേഷൻ MN വിജയൻ കൊടുത്തൊരു സ്പെസിഫിക്കേഷനുണ്ട്. ഭയങ്കര സാധനമാണ് കേട്ടോ. പാർട്ടിയിൽ കാറ്റും വെളിച്ചവും കയറരുത് എന്നുള്ളതായിരുന്നു MN വിജയൻ്റെ പോളിസി. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അന്ന് MN വിജയൻ പറഞ്ഞ ഉദാഹരണം എനിക്ക് ഓർമ്മയുണ്ട്. ഈ മീൻ വെള്ളത്തിൽ കിടക്കുന്നു, എങ്ങനെ ഇതിന് ശ്വാസം കിട്ടും എന്ന് പരിഭ്രമിച്ച് മീനിനെ എടുത്ത് കരക്കിട്ടാൽ എങ്ങനെ ഇരിക്കും. അതുപോലെയാണ് പാർട്ടിയിൽ കാറ്റും വെളിച്ചവും കയറുന്നത്. കാറ്റും വെളിച്ചവും കയറിയാൽ പാർട്ടി അപ്പോൾ പോയി ശ്വാസം കിട്ടാതെ മരിക്കും. പക്ഷേ വിജയൻ അത് താത്വികമായിട്ട് പറഞ്ഞു. ഒരുപാട് പേര് അത് വിഴുങ്ങി. അവസാനം വിജയന് നിൽക്കളിയില്ലാതെയായി. അരവും കത്തിയും എന്ന് പറഞ്ഞ് വിജയൻ ലേഖനം എഴുതി. അത് കത്തിയുടെ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്നത് അരമാണ്. അരത്തിൽ വെറുതെ നമ്മൾ കൈ ഓടിച്ചാൽ കൈ മുറിയും. ആ അരം കൊണ്ടാണ് കത്തിക്ക് മൂർച്ച കൂട്ടുന്നത്. അപ്പോൾ MN വിജയനാകുന്ന അരം അത് പരുക്കനാണ്, പരുവരുത്തതാണ്, മുറിവേൽക്കുന്നതാണ് എന്ന് തോന്നുമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കത്തിയുടെ മൂർച്ച കൂട്ടാനുള്ള ആയുധമാണ് ഞാൻ. ഇതായിരുന്നു തിയറി. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് പിണറായി വിജയൻ പുരയ്ക്ക് മേൽ ചാഞ്ഞു നിൽക്കുന്ന മരം എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ മാതൃഭൂമിയിൽ മറുപടി എഴുതി. എന്തുവായിക്കോട്ടെ, അത് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, MN വിജയൻ മരിച്ചുപോയി. ഈ കൂട്ടത്തിൽ ഇവരെല്ലാവരും തന്നെ MN വിജയൻ്റെ ആൾക്കാരൊന്നും അല്ല. MN വിജയനോട് അടുപ്പമുള്ളവരുണ്ട്, അത്ര അടുപ്പമില്ലാത്തവരും ഒക്കെയുണ്ട്. VS വിഭാഗം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ജോസഫ് C മാത്യു ഒക്കെ VS അതിൽ പെടുന്ന ആൾക്കാരാണ്. സ്ട്രിക്റ്റ്ലി MN വിജയൻ്റെ ഫോളോവേഴ്സ് അല്ല. അങ്ങനെയുള്ളവരൊക്കെയുണ്ട്. ഏതായാലും അവരെല്ലാം ഒരേ ദിശയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു, അതുണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും അവർ തീരുമാനിച്ച ചില മൂല്യങ്ങളുണ്ട്.
അതവർ ഇങ്ങനെ കൊണ്ടുപോവുകയും അതിനനുസരിച്ച് പിണറായി വിജയൻ അങ്ങേർക്ക് തോന്നിവാസം ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പം ഈ തകർച്ച ഇത്രയും കൊണ്ടെങ്കിലും നിന്നതുണ്ടല്ലോ, അതിനിവർ ബി അശോകനോട് നന്ദി പറയണം. ബി അശോക് ഏപ്രിൽ 9 മുമ്പ് താൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഭസ്മമായി പോയനെ ഇടതുപക്ഷം, തീർത്തും ഭസ്മമായി പോയനെ. അത്രയ്ക്കായിരുന്നു ആ മനുഷ്യൻ്റെ ഇമ്പാക്റ്റ്, പ്രത്യേകിച്ചും മിഡിൽ ക്ലാസ്സിൽ. അപ്പോൾ അത് ഏപ്രിൽ 9 മുമ്പ് പറഞ്ഞില്ല എന്നുള്ളതിന് പിണറായി വിജയൻ ബി അശോകിന് നന്ദി പറയണം. ആ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് പൊന്നിച്ചേട്ടൻ ചേട്ടൻ കാരണം ഇവിടെയെങ്കിലും നിന്നു, അല്ലെങ്കിൽ ഇതിലും താഴെ പോയെന്ന്. സത്യം, എന്തൊരു ഭീകരമായ വെളിപ്പെടുത്തലായിരുന്നു ബി അശോകൻ്റെ ഇവർ ഈ കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങളിലേക്ക്. അത് പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെയല്ല. ബ്യൂറോക്രസിക്കുള്ളിൽ 22 വർഷമായിട്ട് IASലുള്ള ടോപ്പ് ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെയർ ബ്യൂറോക്രാറ്റിൽ ഒരാളാണ് ബി അശോക്. പ്രോബ്ലി ചീഫ് സെക്രട്ടറി ആകാൻ പോകുന്ന ആളുമാണ്. അപ്പോൾ അത്രയധികം ഉത്തരവാദിത്തമുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പറയണമെങ്കിൽ എത്ര ശ്വാസം മുട്ടിക്കാണമെന്ന് ആലോചിച്ചു. അതും അദ്ദേഹം പറയുന്നു, ഈ ചേഞ്ച് മുഴുവൻ വന്നത് 2024 മുതൽ ഇങ്ങോട്ടാണ്. 2024 ഇദ്ദേഹം ഈ PR വർക്കുകാരുടെയും മറ്റ് പിണറായി ഗാങ് എന്ന് പറയുന്ന XIAS, നമ്മുടെ ജയകുമാർ, KM എബ്രഹാം, ഈ പേരുകളൊക്കെ അദ്ദേഹം പറയുന്നതാണ് കേട്ടോ, എനിക്കിവരെയൊന്നും പരിചയമൊന്നുമില്ല. ബട്ട് ഞാനിത് നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ മുൻ IASകാർ കയറി ഭരണം കൈയാളുക, പ്രധാനപ്പെട്ട സ്ഥലത്തല്ല അവരിയ്ക്കുക. നമ്മൾ പഠിക്കുന്ന കോളേജിൽ പ്രിൻസിപ്പൽ ഇല്ല, എന്തോ കാരണവശാൽ പ്രിൻസിപ്പൽ നിയമനം നടന്നിട്ടില്ല. പ്രിൻസിപ്പൽ ഇൻചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ, അയാൾ റിട്ടയേർഡ് പ്രിൻസിപ്പലാണ്, അയാളെ ഇരുത്തിയിട്ട് കോളേജ് നടത്തിയാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നത്. കേഡർ തസ്തിക, യഥാർത്ഥ പ്രിൻസിപ്പലിക്ക് ഇരിക്കാനുള്ള കസേര ഒഴിച്ചിടുക, എന്നിട്ടൊരു അഡീഷണൽ പ്രിൻസിപ്പലിനെ പുറത്തുനിന്ന് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടവനെ വെച്ചിട്ട് കോളേജ് നടത്തുക. ഇപ്പോൾ ബ്യൂറോക്രസിയുടെ ഏറ്റവും ടോപ്പിൽ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി. ഇതാണല്ലോ സിസ്റ്റം. ഇദ്ദേഹം പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് KM എബ്രഹാമിനെ വെച്ചിരിക്കുന്നു. ആരെ ഈ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി? എങ്ങനെയാണ് പവർ സ്ട്രക്ചറിൽ അങ്ങനെ ഫിറ്റാവുന്നത്? അപ്പോൾ ഭരണഘടന ബാഹ്യമായ ഒരു സ്ഥാനമാണ്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ ചെവിക്ക് പിടിക്കുക, അങ്ങനെ കൊണ്ട് ചെയ്യിക്കുക, ചീഫ് സെക്രട്ടറി നിസ്സഹായനാകുക, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് സന്തോഷമാകുക, കൊള്ളാം നമുക്കൊരാളെ കിട്ടി, സപ്പോർട്ടായിട്ട്. അതാണ് ഈ ബി അശോക് പി ഗാങ് എന്ന് വിളിച്ച് ചീഫ് സെക്രട്ടറിയും ഇദ്ദേഹവും ഒരു ഗാങ് ആയിട്ട് മാറുന്നു. എന്നിട്ട് ഔട്ട്സൈഡ് സഹായത്തിനായിട്ട് വേറെ പലരും, അതിലൊന്നാണ് K ജയകുമാർ, ദേവസ്വം. ഇതൊക്കെ മൊത്തത്തിൽ നശിപ്പിച്ചത് ഇദ്ദേഹം പറയുന്നത് ഒരു 24-ന് ശേഷമാണ്. പല രീതിയിൽ പല IAS ഉദ്യോഗസ്ഥന്മാർ ഇത് സൂചിപ്പിച്ചു, ഇത് ശരിയാവില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു. കാരണം സർവീസിലിരിക്കുന്നവരെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ പുറത്തുനിന്ന് ആൾക്കാരെ ഇക്വലൻ തസ്തിക സൃഷ്ടിച്ച് കമ്മീഷനാണ്, കോർപ്പറേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ IASകാരനാണ്, എനിക്ക് ജോലിയൊന്നുമില്ല നടക്കും, ഞാൻ പിണറായി വിജയൻ ചെന്ന് കണ്ട് സാർ, അപ്പോൾ ഒരു വാഴപ്പിണ്ടി കോർപ്പറേഷൻ ഉണ്ടാക്കി, മോഹൻദാസിനെ അതിൻ്റെ MD ആക്കി. യോഗ്യതയൊക്കെ ഉണ്ട്, എനിക്ക് എൻജിനീയറാണ്, അതാണ് 10 ലക്ഷം രൂപ ശമ്പളം. നിലിനോ വായുജ്യത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിയമവിരുദ്ധമായിട്ട് ഇതിലൊന്നുമില്ല. ഇതും കൊണ്ട് ഹൈക്കോടതിയിൽ ഓടിക്കഴിഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞ് ഇത് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടല്ലോ, അധികാരമുള്ളതാണ്, പക്ഷെ ചെയ്യാം. അതാണ് ഈ ചോദ്യം. അപ്പോൾ തീർത്തും അൺഎത്തിക്കലായിട്ട് പിണറായി വിജയൻ പോയത് 2024 മുതലാണ്. അതിൻ്റെ ഒരു മാത്രമല്ല, പിണറായി വിജയൻ എന്ന ബുൾഡോസർ ഇങ്ങനെ വന്നിട്ട് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ വയ്യാതെയായി. ഒരു പിണറായി വിരുദ്ധ വികാരം എന്നുള്ള രീതിയിലുള്ളൊരു ജനവിധിയാണത്. അതായത് ഒരു ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ ഉപരി പിണറായിയോട് പല ആളുകൾക്കൊരു വിദ്വേഷം, പിണറായി ഇനിയും വരരുത്. യെസ് അത് അതിൻ്റെ മൂർധന്യത്തിലെത്തി. എനിക്കും മനസ്സിലാവില്ല. ആ മോഹൻലാലുമായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചില്ലേ, സിനിമയായിരുന്നല്ലോ, അതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. സിനിമയാണ്, സംവിധായകനുണ്ട്, അതിന് 12 ലക്ഷം രൂപ മറ്റോ സംവിധാനത്തിന് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
സ്വന്തം പാർട്ടിക്കുള്ളിലാണ് ഉണ്ടാവുന്ന ഒരു അമർഷം. ഇതെന്താ ഈ കാണിച്ചു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതിൽ വലിയ തെമാടിത്തരം കാണിച്ചവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നല്ല ചരിത്രമൊന്നും അവർക്കില്ല. പക്ഷേ നമ്മൾ ഭാരതത്തിൽ പൊതുവേ കണ്ടുവരുന്ന ഭരണാധികാരികൾ പിണറായി വിജയനേക്കാൾ ധൂർത്തന്മാർ, അധികാര ദുർവിനിയോഗം നടത്തിയവർ, അങ്ങനെയുള്ളവർ പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തി ഇങ്ങനെ ചെയ്തു ഈ PR ഏജൻസികളുടെ കയ്യിൽപ്പെട്ടിട്ട്. അത് ചെയ്യരുതായിരുന്നു. ഈ പണ്ട് മന്ത്രി ആരോ കുരുങ്ങിയത് ബാലകൃഷ്ണപിള്ളയെ മറ്റാണ് ഒരു നിയമനം എന്തോ വേണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അത് വലിയ ബഹളവും സംഗതിയൊക്കെ ആയി. അപ്പോൾ അന്ന് കുഞ്ഞാലിക്കുട്ടി നിഷ്കളങ്കമായിട്ട് ചോദിച്ചിരുന്നു, ഇതൊക്കെ ആരെങ്കിലും എഴുതി കൊടുക്കുമോ പിള്ളേച്ച? ആ ഒരു മിനിമം ബുദ്ധി വേണമല്ലോ. ശുപാർശ ചെയ്യും, നിയമിക്കും, മറ്റേ ചെയ്യും, ഔട്ട് ഓഫ് ടേൺ പ്രൊമോഷൻ കൊടുക്കും, ഇതൊക്കെ ചെയ്യും സർക്കാരിൽ. പക്ഷേ എഴുതി കൊടുക്കാമോ എന്നാണ് കുഞ്ഞാലിക്കുട്ടി ചോദിക്കും. എഴുതി കൊടുത്ത് തെളിവുണ്ടായി കഴിഞ്ഞാൽ പോയില്ലേ. ഇതുപോലെ പല രീതിയിൽ അധികാര ദുർവിനിയോഗം ചെയ്യുന്നു. അതിൻ്റെ കൂടെ മോഹൻലാലിനെ പിടിച്ചിട്ട് സിനിമ ഉണ്ടാക്കിയിട്ട് അത് കാണിക്കുന്നു. എല്ലാ ചാനലിലും ഉണ്ടായിരുന്നു. ബി അശോക് പറഞ്ഞു 12 ലക്ഷം രൂപ സിനിമ പിടിക്കാനായിട്ട് കൊടുത്തു, 120 കോടി ആ സിനിമ കാണിക്കാനായിട്ട് കൊടുത്തു. ഏറ്റവും കുറവ് വ്യൂവർഷിപ്പുള്ള ചാനലിന് 2 കോടി, മറ്റവർക്ക് 10 കോടി വരെ കൊടുത്തു. അങ്ങനെ 120 crores. അപ്പോൾ എത്ര ഈ സിനിമയ്ക്ക് മാത്രമായിട്ട് 10 കോടി കൊടുത്തു. 10 കോടി 12 ലക്ഷം രൂപ സിനിമയുടെ ചിലവ്. ടോട്ടൽ കൊടുത്ത പരസ്യം എടുത്തു കഴിഞ്ഞാൽ 120 കോടി. ഇങ്ങനെയൊക്കെയുള്ള കളി ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് ഇതെല്ലാം ഇദ്ദേഹം ഏപ്രിൽ 9 മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ പിണറായി വിജയന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു പോയാൽ. ഇപ്പോൾ ഇവിടം വരെയൊക്കെ വന്ന് നിന്നു. അങ്ങനെ പോയി കഴിഞ്ഞാലും 35 അവിടെയൊക്കെ വന്ന് നിൽക്കും. ബട്ട് എഗെയിൻ അവരുടെ ഓർഗനൈസേഷൻ തകരാത്തത് കൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. അവർ പിണറായി വിജയനെ മാറ്റിയിട്ട് വേറൊരു നേതാവ്, അതേത് നേതാവെന്നൊക്കെ ഉള്ളത് പതുക്കെ വന്നോളും. അതിൻ്റെ ഒരു സ്ട്രെങ്ത് അവർക്കുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ലാതെ ഇതുകൊണ്ട് തീർന്നു പോയി എന്ന് പറയാൻ പ്രയാസം. ഇപ്പോൾ ഹർത്താലുകളൊക്കെ കൂടുമോ വീണ്ടും? DYFI SFI ഒക്കെ ആക്റ്റീവ് ആവില്ലേ? ആക്റ്റീവാകും. ഈ ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുള്ള ബന്ധവും ഒക്കെ ഒരു ഇതാവുന്നുണ്ട്. മുസ്ലിം ലീഗിന് നല്ലൊരു കരുത്തറ്റ ഒരു ഇത് വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു സർക്കാരിലും. ജമാഅത്തെ ഇസ്ലാമി പിന്തുണയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ ഭരണത്തിലുണ്ടാവുക? പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെയുള്ള ചില ഇസ്ലാമിസ്റ്റുകളുമായിട്ടുള്ള ബന്ധവും. അത് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് മറ്റ് ബന്ധങ്ങൾ വർക്ക് ചെയ്യില്ല. ഈ നേരിയ ഭൂരിപക്ഷം ഉള്ളപ്പോഴാണ് ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. മൃഗീയ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മാനിപ്പുലേറ്റീവ് ഫോഴ്സസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. മുസ്ലിം ലീഗ് ഒരു ലെജിറ്റിമേറ്റ് ഫോഴ്സാണ്. അവർ UDFൻ്റെ ഭാഗമാണ്. അവർക്ക് സ്വാധീനം പാടില്ല എന്ന് പറയുന്നതിന് അവർക്ക് സ്വാധീനം ഉണ്ടാകും തീർച്ചയായിട്ടും. ബട്ട് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDP, പോപ്പുലർ ഫ്രണ്ട്, ഇവരെന്നൊക്കെ പറയുന്നവർക്കൊന്നും പറയണമാതിരി വലിയ സ്വാധീനമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുത്തനെ വെടിയിച്ചെടുക്കുക, അങ്ങനെ ഏതെങ്കിലും കേസ് പിൻവലിക്കുക, വല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരിക്കും. അതിലപ്പുറം ഒന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടുതൽ സ്വാധീനം വരുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആയാലാണ്. രമേശ് ചെന്നിത്തല ആയാൽ കുറച്ചൊന്ന് കുറഞ്ഞിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ആരെയും അടുപ്പിക്കുന്ന സ്വഭാവമില്ല രമേശിന്. അതുകൊണ്ടാണ്. അല്ലാതെ തരക്കേടില്ലാത്ത ഹിന്ദു വിരുദ്ധനാണ് രമേശ് ചെന്നിത്തല. തരക്കേടില്ലാത്ത ഹിന്ദു വിരുദ്ധനാണ്. പക്ഷേ മറ്റവരെയും അങ്ങനെ അങ്ങ് ഫേവർ ചെയ്താൽ തൻ്റെ ഇമേജിന് കുഴപ്പം പറ്റും എന്നൊക്കെയുള്ള അത് വെച്ചിട്ട് ചെയ്യുന്നു. KC വേണുഗോപാൽ വരാൻ ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് അതൊരു പ്രശ്നമുള്ള പൊളിറ്റിക്സാണ്. KC വേണുഗോപാൽ വരുന്നു. KC വേണുഗോപാലിന് വേണ്ടി ഒരാൾ രാജിവെക്കണം, വേണ്ടേ? സജീവ് ജോസഫാന്ന് പറയുന്നു. നിങ്ങൾ ആ പാവം M ലിജുവിനെ രാജിവെപ്പിക്കുക. അവസാനം കഴുത്ത് വെട്ടാൻ പോകുന്ന ആ പാവത്തിൻ്റെ
എത്രയോ കാലത്തിന് ശേഷം ജയിച്ചോ? ലീഡ് ചെയ്യായിരുന്നു. കെ സി വേണുഗോപാലിനെ നിങ്ങൾ കൊണ്ടുവന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അയാൾക്ക് മത്സരിക്കാൻ നിങ്ങൾക്ക് ആലപ്പുഴ, കായംകുളം, ചേർത്തല ഈ പ്രദേശങ്ങളാണല്ലോ മനസ്സിലെല്ലാവരുടെയും ഉള്ളത്. അല്ലാതെ പയ്യന്നൂരും മാനന്തവാടിയൊന്നും അല്ലല്ലോ. ഈ പാവത്തെ ബലി കൊടുക്കും. മാത്രമല്ല അങ്ങനെ ഒരു ഭരണപരിചയമോ സംഗതിയോ ഒന്നുമുള്ള ആളല്ല കെ സി വേണുഗോപാൽ. കേരളത്തിന് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ പറയുന്നത് കോൺഗ്രസ്സിൽ മെരിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ സങ്കടകരമായ കാര്യം, ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞില്ല, സച്ചിദാനന്ദ സ്വാമി അത് പറഞ്ഞില്ല. ഇതിൽ 1964 ആർ ശങ്കർ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു ഈഴവ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. കോൺഗ്രസ് പുലയന് ഗതിയെ പിടിക്കുകയില്ല, ധീവരന് അഡ്രസ്സില്ല. ഈഴവന് കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയായിട്ടില്ല. 1964 എത്ര വർഷമായി? പോട്ടെ, കരുണാകരന് ശേഷം നായരും മുഖ്യമന്ത്രിയായില്ല. ഈഴവയും നായരും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദു എന്നവരെ വിളിക്കാം. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. അവർ ഹിന്ദുക്കൾക്ക് മുഖ്യമന്ത്രിയില്ല കരുണാകരന് ശേഷം. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അപ്പോൾ കരുണാകരന് ശേഷം ഹിന്ദുക്കൾ മുഖ്യമന്ത്രിയായിട്ടില്ല കോൺഗ്രസ്സിൽ. എൽ ഡി എഫിനെ മാറ്റി നിർത്തി. എൽ ഡി എഫിൽ പലരും വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, ഇനിയിപ്പോൾ അവരുടെ ഇതനുസരിച്ച് നായരാണ് ഇത്തവണ മുഖ്യമന്ത്രി എന്ന് വയ്ക്കാം. യോഗ്യനായ നായർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോൺഗ്രസ്സിൽ യോഗ്യതയുള്ള മനുഷ്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എത്രയോ കാലമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. തിരുവഞ്ചൂരിനെ പറ്റി ഒരു അപവാദം കേട്ടിട്ടുണ്ടോ? ഇല്ല. തിരുവഞ്ചൂരിനെ പറ്റി അഴിമതി ആരോപണമുണ്ടോ? ആരോപണം ഇല്ല. തിരുവഞ്ചൂർ ആരുടെയെങ്കിലും കാല് വാരി പാർട്ടിക്കുള്ളിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇല്ല. ഒന്നുമില്ല. അത് ക്ലീൻ ഇമേജുള്ള ഒരു മനുഷ്യൻ തിരുവഞ്ചൂരാണ്. എന്താണ് കോൺഗ്രസ് അദ്ദേഹത്തെ പരിഗണിക്കാത്തതെന്ന് എനിക്കറിഞ്ഞില്ല. ഒന്നാം തരം ഭരണാധികാരിയാണ് തിരുവഞ്ചൂർ. തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി സ്ഥാനം തെറിക്കാൻ കാര്യം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പി സി മോഹനൻ മാസ്റ്ററെ വരെ അറസ്റ്റ് ചെയ്യുന്നുള്ള നിലവാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തെ മാറ്റുന്നത് തിരുവഞ്ചൂരിനെ. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. തിരുവഞ്ചൂർ എന്നിട്ടും ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയില്ല. അതും തിരുവഞ്ചൂർ സഹിച്ചു. കാരണം ഒരു ആഭ്യന്തരമന്ത്രിയെ, സിറ്റിംഗ് ഹോം മിനിസ്റ്ററെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻസൾട്ട്. കാരണം ആഭ്യന്തരം ഭരിക്കാൻ നിങ്ങൾക്ക് കഴിവില്ല എന്നാണല്ലോ അതിനർത്ഥം. എന്ത് വാങ്ങിക്കോട്ടെ, തിരുവഞ്ചൂർ ആ അപമാനം വിഴുങ്ങി. ഇത്രയൊക്കെ ആയ ഒരു മനുഷ്യന് പിന്നെ ഇവരുടെ ഇപ്പോഴത്തെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നായരുമാണ്. NSSുമായിട്ട് ഗുഡ് ടേംസിലാണ്. SNDPയുമായിട്ട് യാതൊരു വഴക്കുമില്ല. വെള്ളാപ്പള്ളി നടേശൻ നല്ലതിനോ ചീത്തയ്ക്കോ ഇന്ന് വരെ പറയാത്തൊരു പേര് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ബാക്കി ഏകദേശം എല്ലാവരും തൻ്റെ കൺവട്ടത്ത് വന്ന സകലവിനെയും പുള്ളി ചിലപ്പോൾ മാലയിട്ടിട്ടുണ്ട്, ചിലപ്പോൾ കുത്തിക്കൊന്നിട്ടുമുണ്ട്. ബട്ട് തിരുവഞ്ചൂരിനെ ഒന്നും ചെയ്തിട്ടില്ല. തിരുവഞ്ചൂർ വുഡ് ഹാവ് ബീൻ എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. സ്റ്റേറ്റിൻ്റെ നല്ലതിന് വേണ്ടി ഞാൻ നോക്കിക്കഴിഞ്ഞാൽ തിരുവഞ്ചൂരാണ് നല്ല ആൾ. രമേശ് ചെന്നിത്തല ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വഴങ്ങുന്ന ആളാണ്. VD സതീശൻ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ കാണുന്ന പോലെ വഴക്കാളിയാണ് എന്നുള്ളതല്ലാതെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് VD സതീശന് ഷൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരു വകുപ്പ് VD സതീശന് കൊടുത്ത് ട്രെയിൻ ചെയ്ത് എടുക്കാം എന്നുള്ളതല്ലാതെ മുഖ്യമന്ത്രിയാകുന്നത് ഡിസാസ്റ്ററായിരിക്കും. അനാവശ്യമായ വാഗ്വാദങ്ങളിൽപ്പെട്ട് സമയം കളയുന്ന സ്വഭാവമായിട്ടൊരു മുഖ്യമന്ത്രി നമുക്ക് മുതലാവില്ല. ഇപ്പം തന്നെ കടം കയറി എണീക്കാൻ വയ്യാത്തൊരു സംസ്ഥാനമാണ് നമ്മുടെ. ഇപ്പോൾ നമുക്കാരെങ്കിലും ഒരു നിളിനോട് ചോദിക്കുകയാണ് കേരള മുഖ്യമന്ത്രി ആകാമോ എന്ന് ചോദിച്ചാൽ സമ്മതിക്കരുത്. ഞാൻ ഇപ്പോൾ ഇത്ര വലിയ കടം കയറിയ ഒരു കമ്പനിയുടെ മാനേജിംഗ് വെച്ച് ഇത് ഞാൻ പിടിച്ചോ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഒരു കിടക്കപ്പോൾ നഷ്ടപ്പെടും. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ആ സാമാന്യമായ സാമർഥ്യവും മേവഴക്കും സംഗതിയൊക്കെ ഉള്ള ആളായിരിക്കണം മുഖ്യമന്ത്രി. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴേ ഇപ്പം കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഇക്വേഷൻ, ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയുടെ സമയത്ത് അതായിരുന്നു ഒരു മെയിൻ ചർച്ച. പല അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്താ തോന്നുന്നത്, ഇനിയിപ്പം VD സതീശൻ മുഖ്യമന്ത്രി കൂടി ആവുകയാണെങ്കിൽ മോദിക്കെതിരെ
ശബ്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു ഇമേജൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? മോദിക്കെതിരെ ഇവിടെ കിടന്ന് ശബ്ദിക്കുക എന്നുള്ളതല്ല, അത് ആര് കേൾക്കുന്നു ഇതൊക്കെ? അതാണ് റിയാക്ട്. മോദിയെ എല്ലാ മുഖ്യമന്ത്രിമാരെയും സ്വീകരിക്കുന്ന പോലെ വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തല ആരായാലും അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ശരി വരൂ ബെട്ടോ എന്നൊക്കെ പറയും, ചായ കൊടുക്കും, കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഈ ആളുകൾ വിചാരിക്കുന്ന പോലെ മോദി വിചാരിച്ചാൽ കാശൊന്നും എടുത്ത് തരാൻ പറ്റില്ല ഒരു സംസ്ഥാനത്തിന്. ഇത് നിതി ആയോഗ്, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനായിരുന്നു നേരത്തെ, ഇപ്പോൾ നിതി ആയോഗാണ്. അതിൽ എല്ലാവരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സംസ്ഥാനങ്ങൾ, അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫോർമുല ഫിക്സ് ചെയ്ത് അത് ബജറ്റിൽ വെച്ചിട്ടാണ് ഈ സംസ്ഥാനങ്ങളൊക്കെ വിഹിതങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സോഫ്റ്റ്വെയറിൽ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്. നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് ചെയ്തെങ്കിൽ ഒരാഴ്ചയ്ക്ക് അത് തിരിച്ചടയ്ക്കണം. തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ സംസ്ഥാനത്തേക്ക് പൈസ പോകാൻ ഈ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സമ്മതിക്കില്ല. അത് ഓവർ റൈഡ് ചെയ്യാനുള്ളൊരു ബട്ടൺ ആരുടെയും കയ്യിലില്ല, നരേന്ദ്രമോദിയുടെ കയ്യിലുമില്ല. അതങ്ങനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അല്ല കേരളത്തിന് മാത്രം എടുത്ത് കൊടുത്ത ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കുമോ? പിന്നെ ചെയ്യാവുന്നത് ഈ സ്പെഷ്യൽ പാക്കേജസ്, അതിന് കാരണം വേണം. ഒരു കാരണം ഉണ്ടാക്കിയിട്ട് സ്പെഷ്യൽ പാക്കേജൊക്കെ കൊടുക്കാറുണ്ട്. വളരെ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. അങ്ങനത്തെ ഒരു പാക്കേജിൻ്റെ ആവശ്യമായിട്ട് കേരളം പോയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്നൊക്കെ ഇവർ പറയും. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന ഫീഡ്ബാക്ക് ഒന്നും ഇവർ കൊടുക്കില്ല. എത്ര പേരെ ഇത് ബാധിച്ചു എന്ന് വായിച്ചെന്ന് ചോദിച്ചവർക്ക് ആർക്കും അറിയില്ല ഇന്നുവരെ. എത്ര മനുഷ്യരെ ഈ പ്രളയം ബാധിച്ചു, എത്ര വീടുകൾ പോയി. അപ്പോൾ അങ്ങനെയുള്ളതിന് കാശ് കൊടുക്കാൻ സിസ്റ്റം സമ്മതിക്കില്ല. അതാണ് നിങ്ങൾ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഹൗ ദ സിസ്റ്റം ഈസ്. ഇത് ചെയ്തു വച്ചിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് തന്നിഷ്ടമായിട്ട് തനിക്കിഷ്ടപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവന് കൊടുക്ക് 10,000 കോടി, ഇവന് 5,000 കോടി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചേർന്ന് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കും. GST അതുപോലെ തന്നെ. GST എല്ലാവരും ചേർന്നല്ലേ തീരുമാനിക്കുന്നത്. അയ്യോ നിർമ്മലാ സീതാരാമന് കുറ്റം, അവർക്കത് കുറ്റം എല്ലാവരും ചേർന്നാണ്. GST കൗൺസിലിൻ്റെ ആദ്യത്തെ ചെയർമാൻ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററായിരുന്നു KM മാണി. മോദി ഭരിക്കുമ്പോൾ അരുൺ ജെയ്റ്റ്ലിയാണ് KM മാണിയുടെ പേര് പറഞ്ഞിട്ട് ചെയർമാനാക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, കൺട്രോൾ ഇല്ലാത്ത ഏരിയയാണ്. അപ്പോൾ ഇപ്പോൾ കേരള മുഖ്യമന്ത്രി ആകാൻ പോകുന്ന ആളിന് അസാമാന്യ സാമർഥ്യം വേണം ഇതിൻ്റെ ഇടയിലൂടെ നെഗോഷിയേറ്റ് ചെയ്യാൻ. ഇപ്പോഴും BJPയുടെ പ്രകടനം ഉദ്ദേശിച്ചത്ര, പാർട്ടി ഉദ്ദേശിച്ചത്ര, അല്ലെങ്കിൽ പാർട്ടിയുടെ അണികൾ ഉദ്ദേശിച്ചത്ര എത്തിയിട്ടില്ല എന്ന് വേണം. എത്ര ഉദ്ദേശിച്ചിരുന്നു അവർ? 8 പറഞ്ഞവരുണ്ട്, 7, 11 പറഞ്ഞവരുണ്ട്. നിങ്ങളിങ്ങനെ ചുമ്മാ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ 14 വരെയൊക്കെ പറഞ്ഞ എക്സിറ്റ് പോളുകളൊക്കെ ഉണ്ടായി. ഇപ്പം 14 ±4 അതാണല്ലോ തന്നെ. എന്നിട്ട് അതിൻ്റെ ബോട്ടം ലിമിറ്റ് 4ആണ്. അവിടെയും ±4. അപ്പം 0 മുതൽ 14 വരെയുള്ള ഫിഗർ കിട്ടും. പക്ഷേ ഭരണവിരുദ്ധ വികാരം എത്രയും സ്ട്രോങ് ആയിട്ട് അത് തീരെ യൂട്ടിലൈസ് ചെയ്യാൻ BJPക്ക് സാധിച്ചില്ല. ടാപ്പ് ചെയ്യാനുള്ളൊരു സ്കീം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ LDF, UDF, BJP ഈ 3 വരെയും നോക്കുക. LDF ഭരണകക്ഷിയായിരുന്നു. ആൻറ്റി ഇൻകംബൻസി ഉറപ്പായിട്ടുമുണ്ട്. അതും 10 വർഷമായതാണ്. അതിനെ UDF അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. BJP അങ്ങനെ UDFനെയോ LDFനെയോ അറ്റാക്ക് ചെയ്തിട്ടില്ല. അവർ വികസിത കേരളം. ശരി, എന്താണ് പ്രോഗ്രാം? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ 3 മേഖലകളിൽ ഇന്ന കാര്യമാണ് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്. ഒരു സോളിഡായിട്ടൊരു പ്രോജക്റ്റ് കൊടുക്കണ്ടേ? അതുണ്ടായിരുന്നില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടില്ല. വെറുതെ നമ്മൾ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കും എന്ന് പറഞ്ഞാൽ, കുടിവെള്ളം ഇപ്പോൾ എത്താത്ത വീടുകൾ എത്രയുണ്ട്? ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടോ? അപ്പം അങ്ങനെ സോളിഡായ ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ ബീഹാറിൽ പ്രസംഗിക്കുമ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ എല്ലാ ഗ്രാമങ്ങളിലും കുടിവെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. എത്താത്ത ഏതെങ്കിലും ഗ്രാമമുണ്ടോ? ആരും വേണ്ടുന്നില്ല. എത്തിയ ഗ്രാമമുണ്ടോ? കാരണം ഇദ്ദേഹം എപ്പോഴും പറയാറുള്ളതാണ്,
കുടിവെള്ളം എത്തിക്കും എന്ന് പറഞ്ഞാൽ ആ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരണ്ടേ, വെറുതെ ഗുണ്ടടിച്ചിട്ട് പോകാൻ പറ്റില്ല. കറണ്ട് വരുമെന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തണ്ടേ, അപ്പോഴല്ലേ ആൾക്ക് കറണ്ട് വന്നു ബോധ്യമാവുള്ളൂ. അപ്പം ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വാഗ്ദാനങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ആകാശത്തെ വാഗ്ദാനമല്ല. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് 3% ആക്കി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കുന്നത് എന്ത് അത് വലിയൊരു കാര്യമാണ്. 3% കൊണ്ടുവരിക, അത് എക്കണോമിക്സിന് മനസ്സിലായി, ജനങ്ങൾക്ക് എന്ത് മനസ്സിലായി? 3% ആയെന്നോ ആയില്ലെന്നോ നമ്മളെങ്ങനെ തിരിച്ചു ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ടാഞ്ചിബിളായിട്ട് ജനങ്ങളെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് എടുത്തിട്ട് അതൊരു ക്യാമ്പയിനാക്കി മാറ്റാനും പിടിക്കാനും ഒക്കെ BJP-ന് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഔട്ട്റീച്ചും പിന്നെ 2020 ഉൾപ്പെടെയുള്ള അത് അവർക്ക് ഒരുപാട് സീറ്റുകളൊക്കെ വെറുതെ കൊടുത്തു. പിന്നെ BDJS-നാണെങ്കിലും ഇപ്പം BJP-ക്ക് നല്ല സാധ്യതയുള്ള ഒരുപാട് സീറ്റുകൾ അവർക്ക് കൊടുത്തു. അല്ല, അത് ഈ അലയൻസ് പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത അതാണ്. പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതർവൈസ് അങ്ങനെ ഒരു അലയൻസ് വർക്ക് ചെയ്യില്ല. കേരളത്തിൽ എത്രയോ കാലമായിട്ട് BDJS ഒരു BJP-യുടെ ഒരു കൂട്ടുകാരനായിട്ടില്ല. 2 സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന 2 പാർട്ടികളാണ്, ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു, പക്ഷെ 2 സ്കൂട്ടറിലാണ്. 2 പേരും കൂടെ ഒരു വണ്ടിയിലായിട്ടില്ല ഇതുവരെ. ഇതേ പ്രശ്നം 2020-ക്കുണ്ട്. 2020 പിന്നെ അലയൻസ് വളരെ താമസിച്ചാണ് വന്നത്, അതുകൊണ്ട് സമയമെടുക്കും എന്ന് പറയാം. BDJS വന്നിട്ട് നാളെ കുറേ ആയില്ലേ, ഇപ്പോഴും അതങ്ങോട്ട് ജെല്ലായിട്ടില്ല. NDA എന്ന് പറയുന്ന ഒരു സാധനം ജെല്ലായിട്ടില്ല. അത് BJP-യുടെ കുറവുമുണ്ട്, ഇവരുടെ കുറവുമുണ്ട്, അലയൻസിൻ്റെ കുറവുമുണ്ട്. പക്ഷേ കുറവ് തന്നെയാണല്ലോ, എൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും കുറവാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ് BJP-ക്ക്. പിന്നെ ഓർഗനൈസേഷണൽ ദൗർബല്യങ്ങൾ ഏറ്റവും അധികമുള്ളൊരു പാർട്ടി BJP-ആണ്. കേരള പൊളിറ്റിക്സിൽ ഞാൻ നിരീക്ഷിച്ചതിൽ ഏറ്റവും സിവിയർ ഇൻഫൈറ്റിംഗ് ഉള്ളൊരു പാർട്ടി BJP-ആണ്. ബാക്കിയുള്ള പാർട്ടികളിൽ ഇൻഫൈറ്റിംഗ് ഒക്കെ ഉണ്ട്, CPM-ലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, വലിയ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് മുസ്ലിം ലീഗിലുണ്ട് ഒക്കെയുണ്ട്. പക്ഷേ അതിൻ്റെ തോത് ഏറ്റവും അധികം കൂടി നിൽക്കുന്നത് BJP-യിലാണ്. അത് പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ. പുറത്തറിയുന്നത് വേറൊരു കാര്യം. മുസ്ലിം ലീഗിൻ്റെ പുറത്തറിയാറില്ല, CPM-ൽ പുറത്തറിയാറില്ല. CPM-ൽ ഇപ്പോൾ കണ്ടു, തെരഞ്ഞെടുപ്പ് വന്ന് മൂക്കുകുത്തി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് പ്രതിഷേധവോട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ദാറ്റ് ഈസ്, നിങ്ങൾ പുറത്ത് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്നത് വ്യക്തികളുടെ നേച്ചറാണ്. ചിലർ പുറത്ത് പറയില്ല, ചിലർ പുറത്ത് പറയും. അപ്പോൾ ഇതും BJP അഡ്രസ്സ് ചെയ്യാതെ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കെങ്ങും എത്താൻ പറ്റില്ല. കാരണം നമ്മുടെ കാലിലൊരു മന്തുണ്ടെങ്കിൽ ആ മന്തിന് ചികിത്സിച്ചേ പറ്റുള്ളൂ. അത് മുണ്ടിങ്ങനെ ഇറക്കി കൊടുത്ത് കുറച്ച് നേരമൊക്കെ മറച്ചൊക്കെ നിൽക്കാം. അത് കഴിയുമ്പോൾ ഒരു കാറ്റടിക്കുമ്പോൾ മനസ്സിലാവും, ഇവന് മന്തുണ്ട്. അതാണ് ഈ അടിക്കുന്ന കാറ്റാണ് ഈ തെരഞ്ഞെടുപ്പ്. 5 വർഷത്തിലൊരിക്കലാണ് അത് അടിക്കുന്നത്. പക്ഷെ അപ്പോൾ ഈ മന്ത് പുറത്ത് കാണാം. BJP-യുടെ ഒരു ഭാവി എന്താണ് TG? എങ്ങനെ മുന്നോട്ട് പോയാൽ? ഇങ്ങനെയല്ല BJP മുന്നോട്ട് പോകാൻ പോകുന്നത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കേന്ദ്ര BJP-യുടെ ഒരു ചിത്രത്തിൽ കേരളം വന്നിട്ടില്ല. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ, എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും റിസൾട്ട് വരുന്നു. അതല്ലാതെ സീരിയസ് ആയിട്ട് ഞാനൊരു സാങ്കല്പിക ഡയലോഗ് പറയാം. ഈ മോദിയും അമിത്ഷായും തമ്മിൽ, മോദി അമിത്ഷായോട് പറയുന്നു, കേരളത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ട ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? അല്ല, അത് ചെയ്യാൻ ചേട്ടാ ഒരു 25 കോടി അല്ലെങ്കിൽ 100 കോടി എന്ന് വെച്ചോ, 100 കോടി രൂപ, പിന്നെ ഒരു 2500 പ്രവർത്തകർ, ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നന്നാവും കേരളം. അത് ചെയ്യുമ്പോൾ എന്തോ കുഴപ്പമില്ല, കാശില്ലെങ്കിൽ പറയാം, ഞാൻ എവിടുന്നെങ്കിലും ശരിയാക്കി. കാശൊക്കെ ഉണ്ട്, പിന്നെന്താ പ്രവർത്തകരില്ലേ? പ്രവർത്തകരും ഉണ്ട്, പിന്നെന്താ? ഇതുപോലെ 100 കോടി രൂപയും 2500 പ്രവർത്തകരും മഹാരാഷ്ട്രയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 14 MP കിട്ടും. കേരളത്തിൽ ഇതേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കൂടി വന്നാൽ 2 MP കിട്ടും.
ഇതിലെവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ നോക്കുകയാണ്. മഹാരാഷ്ട്ര മതി, കേരളം അവിടെ നിൽക്കട്ടെ, മഹാരാഷ്ട്ര നോക്കും. 14 MP. ഇവിടെ തലകുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിൽ നിങ്ങൾക്ക് 2 MP കിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് സെയിം. ഇതൊരു ബിസിനസ്സും കൂടെയാണല്ലോ. ഈ അമിത്ഷാ ആദ്യം തിരുവനന്തപുരത്ത് വരുമ്പോൾ, അപ്പോൾ ആദ്യത്തെ വിസിറ്റ് അന്ന് പാർട്ടിയോട് പറഞ്ഞതാണ്, പാർട്ടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പൈസയും പ്രവർത്തകരുമാണ്, അതിന് റിട്ടേൺസ് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് തത്വന്യായം പറഞ്ഞാലും അതിനൊന്നും സമൂഹത്തിൽ ഒരു വിലയുമില്ല. തിരഞ്ഞെടുപ്പ് ജയിക്കണം. ഞാൻ 45 വർഷമായി ത്യാഗം സഹിച്ച് എൻ്റെ ഭൂമി വിറ്റ്, എൻ്റെ വീട് വിറ്റ് ഞാൻ പാർട്ടി പ്രവർത്തനം ചെയ്യുന്നു. എന്തിന്? എന്ത് കാര്യത്തിനാണ് ഭൂമിയും സ്ഥലമൊക്കെ വിറ്റത്? ആരുടെ മോക്ഷത്തിന്? ജയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഈ വിൽപ്പനയ്ക്കൊന്നും ഒരർത്ഥവുമില്ലാതെ രാഷ്ട്രീയത്തിൽ ജയം പ്രധാനമാണ്. അതുകൊണ്ട് ജയിക്കണം. അതായിരുന്നു ബാക്കി എല്ലാ സ്ഥലത്തും BJP ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ അത് പറയാൻ കാര്യം ഇതാണ്, ഇങ്ങനത്തെ ഒരു സ്കീം ജയിക്കണം എന്ന് തീരുമാനിച്ച് കേന്ദ്രം ഗൗരവമായിട്ട് കേരളത്തെ എടുക്കുമ്പോഴായിരിക്കും കേരളത്തിൽ മാറ്റം വരാൻ പോകുന്നത്. അതിന് മുമ്പും ചില മാറ്റങ്ങളൊക്കെ വന്നു എന്ന് വരാം യാദൃശ്യമായിട്ട്. ഇപ്പോൾ ഈ കിട്ടുന്ന 1 മറ്റേ 2 സീറ്റൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അത് പ്രാദേശികമായിട്ട് ആൾക്കാർ പ്രവർത്തിച്ച് കിട്ടുന്ന സീറ്റുകളാണ്. അതൊരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം ലോക്കൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ, അവരുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടാകും, ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ അത് ഈ അമിത്ഷാ പറഞ്ഞ ഈ ആശയം അവർക്കും തോന്നുന്നില്ല. നമ്മൾ കാശും കളഞ്ഞ് നമ്മുടെ വീടും വിറ്റ് നമ്മുടെ അധ്വാനവും ഒക്കെ ആയിട്ട് നമുക്കൊന്നുമില്ലാതെ പോകും, അത് ശരിയാവില്ല എന്നുള്ള വാശിയിൽ പ്രവർത്തിച്ച് അവർ പിടിക്കുന്ന സീറ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ അതൊരു ഗ്രാൻഡ് ഡിസൈനല്ല, ഒരു ലോക്കൽ ഡിസൈനാണ്. അതിൻ്റെ റിസൾട്ടും അവർക്ക് കിട്ടുന്നു.